ആലപ്പുഴയിൽ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പേവിഷബാധയേറ്റ ഒരു സങ്കടകരമായിട്ടുള്ള വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ. കുട്ടിയുടെ മേത്ത് 3 മാസം മുൻപ് നായ ചാടി വീണെങ്കിലും വീട്ടിലെത്തിയപ്പോൾ പോറലോ വേറെ മുറിവുകളൊന്നും കാണാത്തതുകൊണ്ട് അവർ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 ആഴ്ച മുമ്പെയാണ് പേവിഷബാധ ലക്ഷണങ്ങൾ കാണിച്ചത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഈ പേവിഷബാധ വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സയില്ല. നമുക്ക് ഫലപ്രദമായ വാക്സിനുകളും ഇമ്മ്യൂണോഗ്ലോബുലും ഒക്കെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പട്ടികളോ പൂച്ചകളോ ആയിട്ട് നിങ്ങൾ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് കോൺടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ നല്ല രീതിയിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ടാപ്പ് വാട്ടർ അണ്ടറിൽ ഒരു 15 മിനിറ്റ് നേരം കഴുകേണ്ടതാണ്. കാരണം അതിൽ നമുക്ക് വൈറസിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം അത് ഞരമ്പിലേക്ക് കടന്ന് നമ്മുടെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. രണ്ടാമതായിട്ടുള്ളത്, അതുമായിട്ട് ഇപ്പോൾ ഈ ഒരു ന്യൂസിൽ കണ്ട തന്നെ പെട്ടെന്നുള്ള അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ മുറിവുകളൊന്നും ദേഹത്ത് കണ്ടിട്ടുമില്ല. പക്ഷേ ചെറിയ പോറൽ എന്തെങ്കിലും ഉണ്ടായിക്കാണും, അത് കണ്ണിൽ പെട്ട് കാണില്ല. അപ്പോൾ അതുവഴി വൈറസിന് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറാം, നെർവ്സിനെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോറൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും, എന്നാൽ രക്തം പൊടിയുന്നില്ല, അതുകൂടി ശ്രദ്ധിക്കണം. പോറൽ മാത്രമാണ് രക്തം പൊടിയാത്ത പോറൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വാക്സിൻ എടുക്കേണ്ടതുണ്ട്. വാക്സിൻ മസിലിന് എടുക്കുന്നതും തൊലിപ്പുറത്ത് എടുക്കുന്നതുമുണ്ട്. മസിലിനാണ് എടുക്കുന്നതെങ്കിൽ അത് 5 ഡോസാണ്. അതായത് ഇന്നിപ്പോൾ നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ ഡേ 0, അതായത് ഇന്ന് ഡേ 0, പിന്നെ 3ാമത്തെ ദിവസം, 7ാമത്തെ ദിവസം, 14ാമത്തെ ദിവസം, 28ാമത്തെ ദിവസം എന്നിങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ തൊലിപ്പുറത്തെടുക്കുന്നതാണെങ്കിൽ അത് ഡേ 0 ഇന്ന് എടുക്കുന്നു, അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസം, 7ാമത്തെ ദിവസം, പിന്നെ 28ാമത്തെ ദിവസം എന്നിങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് രക്തം പൊടിയുന്നു, അതായത് ഡീപ്പ് വൂൺസ് ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ട്, ആ ഭാഗത്തായിട്ട് പട്ടിയെ പൂച്ച നക്കുകയാണ്, അതല്ലെങ്കിൽ അതിൻ്റെ സ്രവങ്ങൾ എന്തെങ്കിലും നേരോ മറ്റോ നമ്മുടെ കണ്ണിലോ വായിലോ ആയിട്ട് തെറിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ കാറ്റഗറി 3 ആയിട്ട് പെടും. അതായത് വാക്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇമ്മ്യൂണോഗ്ലോബുലും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂച്ചയോ പട്ടിയായിട്ട് എന്തെങ്കിലും പോറലോ അത് കിട്ടുകയാണെങ്കിൽ, അത് നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും അതല്ല, ഇനി വാക്സിൻ എടുത്തതാണെങ്കിൽ പോലും ഒരിക്കലും അടിച്ച് നിൽക്കരുത്, നിങ്ങൾ വാക്സിൻ എടുക്കേണ്ടതാണ്. ഇനി പൂച്ചയുടെയോ പട്ടിയുടെയോ മാന്തലോ കടിയേറ്റ് എപ്പോൾ വാക്സിൻ എടുക്കണം എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സോപ്പും വെള്ളം ഉപയോഗിച്ച് 15 മിനിറ്റ് കഴിയാൻ ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട്, അത് നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാവട്ടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാവട്ടെ എല്ലാം അവൈലബിൾ ആണ് ഈ വാക്സിൻസ്. സോ എത്രയും പെട്ടെന്ന് തന്നെ വാക്സിൻ എടുക്കുക.